നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിലുള്ള ടീച്ചേഴ്സിനെയാണ്. ഇതിന് വേദിയൊരുക്കിയത് വഴിയമ്പലത്തുള്ള അതിഥി എന്ന് പറയുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെന്ററാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പ്രൊഫസർ ഡോക്ടർ ദിനേശ് EthicalAyurveda കോളേജിലാണ് കുട്ടികളുടെ വിഭാഗം പ്രൊഫസറാണ്. എന്തുകൊണ്ട് ഞാനിവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ഞാൻ കുട്ടികളുടെ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓട്ടിസവും ലേണിംഗ് ഡിസബിലിറ്റിയും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ തുടങ്ങിയ ADHD തുടങ്ങിയ ന്യൂറോ ബിഹേവിയറൽ ആൻഡ് അതർ അക്കാഡമിക് ഇഷ്യൂസ് ഡീൽ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറം കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും വിവിധ ഗവേഷണ പദ്ധതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നു. അത് നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ആ ഓഡിയൻസിന് ഒന്ന് വിഷ്വലൈസ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ എങ്കിൽ നന്നായിരുന്നു. അക്കാഡമിക് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ പഠന പ്രയാസം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് വളരെ കോമൺ ആണ്. 20 മുതൽ 30% വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനവുമായി മുന്നോട്ട് പോകുന്നതിൽ, പ്രത്യേകിച്ച് പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ തന്നെ എല്ലാവർക്കും പഠന വൈകല്യം ഉള്ളവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും പഠന വൈകല്യം അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉള്ളവരല്ല. കരിക്കുലത്തിന്റെ പ്രശ്നം കൊണ്ട്, സിലബസിന്റെ പ്രശ്നം കൊണ്ട്, സ്കൂളിന്റെ പ്രശ്നം കൊണ്ട്, ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, ഫാമിലിയുടെ പ്രശ്നങ്ങളെ കൊണ്ട്, അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ പ്രശ്നങ്ങളെ കൊണ്ട്, അവന്റെ ശാരീരികമായ ചില തകരാറുകളുടെ പ്രശ്നങ്ങളെ കൊണ്ട്, ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളെ കൊണ്ട് പഠനത്തിൽ പ്രയാസം നേരിടുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ട്. അതിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ഒന്നുകിൽ നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞ ആടുതോമകളായിട്ട് മാറുന്നു. കുറേയേറെ വിദ്യാർത്ഥികൾ പഠിക്കാത്ത കുട്ടികളായി ബ്രാൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് ഒട്ടനവധി സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളായിട്ട് മാറുകയും വലിയവരായിട്ട് മാറുകയും ചെയ്യുന്നു. വേറെ ചില കുട്ടികൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പഠിച്ചു മുന്നോട്ട് പോകുന്നു. ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ തയ്യാറായ വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചു മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കൃത്യമായി ഉൾക്കൊള്ളുന്നവർ സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് പഠിച്ചു പോകുന്നു. ഇതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇപ്പൊ ഞാന് അമൃത വിദ്യാലയത്തിലെ ഈ ടീച്ചേഴ്സിനോട് ഞാനിപ്പോൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് 3-4 പോയിന്റുകൾ മാത്രമാണ്. ഒന്ന്, ചില ബയോളജിക്കലായ ചില കാര്യങ്ങളെ പഠനവുമായി ബന്ധപ്പെടുത്തി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഈ പഠനത്തിൽ പ്രയാസമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാഠ്യപദ്ധതി എന്തുമായിക്കൊള്ളട്ടെ, കോഗ്നിറ്റീവ് പവർ എന്ന് പറയുന്ന, നമ്മൾക്ക് ഗ്രഹണശേഷി എന്ന് പറയുന്നതിൽ എല്ലാ വിദ്യാർത്ഥികളും ഡിഫറൻറ്റ് രീതിയിലാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും BEd ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും അറിയാവുന്നതാണ്. ഇതിൽ ചില ആളുകളെ പ്രത്യേകം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം ടീച്ചേഴ്സിന്റെ ലെവലിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും, അത് PTA മീറ്റിങ്ങിന്റെ സമയത്തായാലും അതല്ലെങ്കിൽ കുട്ടികളുടെ 1-to-1 പാരന്റൽ സെഷൻസ് വെക്കുമ്പോഴായാലും
അതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ടീച്ചേഴ്സ് മുൻകൈ എടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അതിഥി ഗ്രൂപ്പ് ഈ വിവരം പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഞാൻ ചുരുക്കം ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കുട്ടികൾ ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളാണ്. അവരെ എത്ര കണ്ട് നിങ്ങൾ പരിശ്രമിച്ചാലും ആ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇളകിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ ജോയിന്റുമായി ബന്ധപ്പെട്ട് തലച്ചോറിലേക്ക് പോകുന്ന, തലച്ചോറിൽ പ്രോസസ് ചെയ്യുന്ന ചില കണക്ഷൻസുകൾ, ചില ന്യൂറോണൽ കണക്ടിവിറ്റികൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആ വിദ്യാർത്ഥിയുടെ ഒരു തെറ്റല്ല, അത് ആ കുട്ടിയുടെ ഒരു തെറ്റല്ല. നമ്മുടെ ഒരു അക്കാഡമിക് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം. നമ്മളെ ശ്രദ്ധിച്ചിരിക്കുന്ന, ഞാനൊരു അധ്യാപകൻ കൂടിയാണ്, അതിന്റെ പേരിൽ പറയുകയാണ്, നമ്മളെ ശ്രദ്ധിച്ചിരിക്കുന്ന, നമ്മളിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് എളുപ്പം പഠിപ്പിക്കാൻ കഴിയും. അതുപോലെയല്ല ഇളകിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി നമ്മൾ പറയുക ക്ലാസ് ഡിസ്റ്റർബ്ഡ് ആകുന്നു എന്ന് പറയും. പക്ഷെ ആ കുട്ടിയുടെ ന്യൂറോ ഡൈവേഴ്സിറ്റി ആണ് അതിന് കാരണക്കാരൻ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ആ ന്യൂറോ ഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യുന്ന ഒരു ടീം വർക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിൽ കരുതേണ്ട കാര്യം. ഇപ്പൊ അടങ്ങി ഇരിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജോയിന്റുകൾ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കണം. ആ ജോയിന്റുകൾ ഇളകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റുകളിലുള്ള പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സെൻസ് ആ കുട്ടിക്ക് എപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ കുട്ടി സ്വാഭാവികമായിട്ടും ഇളകിക്കൊണ്ടേയിരിക്കും. ഇത് നമുക്ക് കൊടുക്കാം. അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന ആള് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിസ്റ്റോ ആണ്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പാരന്റൽ അഡ്വൈസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നഴ്സറി അല്ലെങ്കിൽ ഒരു LKG UKG കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ജോയിന്റ് കംപ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളൊരു സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിസ്റ്റിന് നിങ്ങൾ ഈ കുട്ടിയെ ഒന്ന് കാണിക്കണമെന്ന് പറയുക, അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിനെ കാണിക്കണമെന്ന് പറയുക. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം മാനേജ് ചെയ്താൽ വളരെ മനോഹരമായിട്ട് ആ കുഞ്ഞ് പഠിക്കും. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, കുട്ടി ഇങ്ങനെ ചാടി തുള്ളിക്കൊണ്ടിരിക്കുന്നു. ഇതും ഒരു സെൻസറി ഇന്റഗ്രേഷൻ പ്രോബ്ലമാണ്. ഭയങ്കരമായിട്ട് കുട്ടി ചാടി തുള്ളിക്കൊണ്ടിരിക്കുന്നു. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി എപ്പോൾ നോക്കിയാലും ബെഞ്ചിന്റെ മുകളിലാണ് അല്ലെങ്കിൽ ഡെസ്കിന്റെ മുകളിലാണ്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോഴേക്കും അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഓരോ സാധനങ്ങളുടെ മുകളിൽ കയറിക്കുന്നു, ചാടുന്നു, എപ്പോഴും ചാടാൻ ആഗ്രഹിക്കുന്നു. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത സെൻസ് ഓർഗനായ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്ന നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള ഒരു സെൻസ് ഓർഗൻ അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ കുട്ടിക്ക് കൊടുക്കാവുന്ന സെൻസറി ഇന്റഗ്രേഷൻ ടെക്നിക്സുകളുണ്ട്. ആ സെൻസറി ഇന്റഗ്രേഷൻ ടെക്നിക്സുകൾ കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി ഈസിയാണ്. മറ്റൊരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൃത്യമായ സ്പെസിഫിക് ആയ ലേണിംഗ് ഡിസബിലിറ്റി. അതായത് റൈറ്റിങ്ങിനുള്ള പ്രോബ്ലം, എങ്ങനെ എഴുതിയാലും ഇപ്പൊ റൂൾ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ മൊന ഒടിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പേപ്പർ കീറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ എഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മിറർ ഇമേജിൽ എഴുതുന്നു. ഈ ഒരു രൂപത്തിലേക്കുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഡിസോർഡേഴ്സുകൾ, അല്ലെങ്കിൽ എഴുതാൻ പറ്റും വായിക്കാൻ കിട്ടുന്നില്ല റീഡിംഗ് ഡിസോർഡേഴ്സുകൾ, അല്ലെങ്കിൽ അരിത്തമാറ്റിക് സ്കിൽസ്, മാത്തമാറ്റിക് ഡിസോർഡർ, ഇത് യഥാർത്ഥത്തിൽ മാനേജ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ കണ്ടിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറെ കൊണ്ട് അത് മാനേജ് ചെയ്യിപ്പിക്കാനുള്ള പരിശ്രമം നടത്തും. അവരതിന് പെൻ ഗ്രിപ്പ് ഉണ്ടാക്കാൻ നോക്കും. പിന്നെ അതിനുശേഷം അവര് പലതരത്തിലുള്ള ലെറ്റേഴ്സുകൾ എഴുതിപ്പിക്കാൻ നോക്കും. യഥാർത്ഥത്തിൽ ഈ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലയോ എന്നുള്ളത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരാളാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഈ മിറർ ഇമേജ് ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ മാത്രം അതൊരിക്കലും
അതൊരു ലേണിംഗ് ഡിസേബിലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് പലവിധ ടെസ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ക്ലാപ്പ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അവിടെ അതിഥിയുടെ ടീമിൽ വന്നിട്ടുള്ള മിസ് ശോഭിത മാഡം ഒരു സൈക്കോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. അവര് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് സ്പെസിഫിക് ആയ ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന് കണ്ടുപിടിച്ചാൽ അതിന് കൊടുക്കേണ്ട തെറപ്പി എപ്പോഴും അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ കയ്യിൽ വരേണ്ടുന്ന സാധനമല്ല. കാരണം ഇത്തരം കുഞ്ഞുങ്ങളുടെ നല്ല ഐക്യു ഉണ്ടാവും. 80 മുകളിലൊക്കെ ഐക്യു ഉണ്ടാവും പലപ്പോഴും. അപ്പോ ഐക്യു നല്ലോണം ഉണ്ട് എങ്കിൽ ഈ റൈറ്റിങ്ങും റീഡിങ്ങും അരിത്തമാറ്റിക് പ്രോബ്ലവും മാത്രമുള്ളൂ എങ്കിൽ, കണക്കിന്റെ പ്രശ്നവും മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കുട്ടിയെ അസലായിട്ട് നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ തെറാപ്പി എന്നാണ് അതിനെ വിളിക്കുക. എഡ്യൂക്കേഷണൽ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെമഡിയൽ ട്രെയിനിങ്, നിങ്ങളുടെ ടീച്ചേഴ്സിന് റെമഡിയൽ ട്രെയിനിങ് എന്നുള്ള ഒരു ടെർമിനോളജി ആയിരിക്കും കൂടുതൽ പരിചയമുണ്ടാവും. റെമഡിയൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനോഹരമായിട്ട് ഈ പറയുന്ന റൈറ്റിങ്ങും റീഡിങ്ങും അരിത്തമാറ്റിക് സ്കിൽസും ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ പറ്റും. ഇത് ചെയ്യേണ്ടത് പക്ഷേ സൈക്കോളജിസ്റ്റുകളാണ്, ഒരു കാരണവശാലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സുകളല്ല. മൂന്നാമതൊരു ഇഷ്യൂ, ചില കുട്ടികൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല എന്ന് പറയുന്ന കുറച്ച് ഇഷ്യൂസുകളുണ്ട്. അവിടെ നമ്മൾ ഐക്യു നോക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഐക്യു വളരെ കുറവായിരിക്കും. 70-ലും താഴെയൊക്കെ ആയിട്ടാണ് ഐക്യു ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സ്ലോ ലേണേഴ്സ്. അത് ഞാൻ ഒന്ന് മാറ്റി വെക്കുകയാണ്, കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം. ഒരു 70-ലും താഴെയൊക്കെ ഐക്യു ഉള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് എത്ര പറഞ്ഞാലും നമ്മളെ രീതിയിൽ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത കുട്ടികളാണ്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് യഥാർത്ഥത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു സ്കൂൾ സാഹചര്യത്തിൽ പലപ്പോഴും ഇങ്ങനെ വേർതിരിച്ച് കാണാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. എല്ലാവർക്കും ഒരു റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അതൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളാണ് നമ്മൾ സാധാരണ സ്കൂളുകളിൽ കണ്ടുവരുന്നത്. അത് ശാസ്ത്രീയമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ ചിലപ്പോൾ കാണാം ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠന പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് നടക്കുന്നു. അവരുടെ രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സംസാരിച്ചത് ഒരല്പം വൈകിട്ടാണ് എന്ന് പറയും. ഇതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോണുകളുടെ മയലിനേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചെറിയൊരു ഡിസ്ഫങ്ഷനാണ് അതിന് കാരണം. അതായത് പഠന പ്രയാസമുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആണ് കുട്ടി സംസാരിക്കുന്നത് ഒരല്പം വൈകിട്ടായിരുന്നു. ഒരു 3 വയസ്സിന് ശേഷമൊക്കെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ഒപ്പം കൃത്യമായിട്ട് രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, അത്തരം കുഞ്ഞുങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളിലും കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്ന 8-ാം മാസം പ്രായത്തിലൊക്കെ നമ്മൾ മുട്ടുകുത്തി അഴയും, ക്രോളിംഗ്. ആ ക്രോളിംഗ് സ്റ്റേജ് ചിലപ്പോൾ മിക്കവാറും മിസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. ദിസ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ന്യൂറോ ഡൈവേഴ്സിറ്റി വിച്ച് ക്യാൻ ബി സീൻ സോ കോമൺ അമംഗ് ദ ലേണിംഗ് ഡിസബിലിറ്റി ചിൽഡ്രൻ. ഇതില് നമുക്കൊരു ടീം വർക്ക് ആവശ്യം. ലേണിംഗ് ഡിസബിലിറ്റി മാനേജ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷണൽ തെറാപ്പി നൽകുന്ന സൈക്കോളജിസ്റ്റ് ആവശ്യമാണ്. ഒരല്പം സ്പീച്ച് തെറാപ്പി ഇപ്പോഴായാലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരാറുണ്ട്. ഒപ്പം നിർബന്ധമായും ആ കുഞ്ഞുങ്ങൾക്ക് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി ആവശ്യമുണ്ട്. ഇത് 3 കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു നോക്കൂ, വളരെ മനോഹരമായിട്ട് ആ കുഞ്ഞ് പഠിച്ചു വരുന്നത് കാണും. നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ, ഞങ്ങളിവിടെ ഒരുപാട് സ്കൂളുകളിൽ അത്തരം ചെറിയ ക്ലാസ്സുകളിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പ്രശ്നമുണ്ടെങ്കിൽ മുട്ടുകുത്തി കുഞ്ഞുങ്ങളെ അഞ്ഞിട്ടില്ലേ, കുഴപ്പമില്ല, നമ്മളൊരു കാര്യം ചെയ്യുക, ആന കളിപ്പിക്കുക. നമ്മുടെ KG ക്ലാസ്സുകളിൽ ഒരു ഭാഗത്ത് തൊട്ട് മറ്റേ അറ്റം വരെ ഹാളിൽ ഇങ്ങനെ മുട്ടുകുത്തി അഴയിപ്പിക്കുക. നമ്മളിങ്ങനെ ഒരു സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിനിലെ സെല്ലുകൾക്ക് വെറുതിരിക്കാൻ കഴിയില്ല. മുട്ടുകുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലെ ഒരു പർട്ടിക്കുലർ ന്യൂറോൺസ്, മയലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാവുക എന്നാണ് അർത്ഥം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള മയലിനേഷൻ ഒരു ഡിസ്ഫങ്ഷൻ ആണ്. ആ ഡിസ്ഫങ്ഷൻ പ്രോപ്പറാക്കാൻ ഇനിയായാലും നമുക്ക് മുട്ടുകുത്തിച്ച് ഇഴയിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. അത് ഒരു പ്രത്യേക ടെക്നിക്കാണ്. അത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് മെഡിക്കൽ സയൻസിൽ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മാനേജ് ചെയ്ത് സ്പെസിഫിക് ആയ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തെ നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിലുള്ള പഠന പ്രയാസം അനുഭവപ്പെടുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്ന് പറയും. ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റു ചില കുട്ടികളുണ്ട്.
ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. നമ്മുടെ നാട്ടിലൊരു പൊതുശീലം, നമ്മുടെ ടീച്ചേഴ്സ് തൊട്ട് പ്രത്യേകിച്ചും ചെയ്യാറുള്ള ഒരു ശീലം, ഏതൊരു കുട്ടി വികൃതി കാണിക്കുന്നുണ്ടോ, വെറുതെ ഇരിക്കുന്നില്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനടി ആ കുട്ടിയെ ADHD ആണ് എന്ന് ബ്രാൻഡ് ചെയ്യാറുണ്ട്. അത് അശാസ്ത്രീയമാണ്. ADHDക്ക് കൃത്യമായ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട്. ആ ഡയഗ്നോസിസ് നടത്തേണ്ടുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. DSM-5 ക്രൈറ്റീരിയ ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്നാണ് DSM-ന്റെ ഫുൾ ഫോം. അതിന്റെ 5th എഡിഷനിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ നെറ്റിൽ നോക്കിയാൽ കിട്ടും. ആ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനാണ്. നമുക്കത് വായിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്കത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ചെറിയ ഉള്ളിലുള്ള ചില ടെക്നിക്കൽ ഇംപ്ലിക്കേഷൻസ് നമുക്ക് പലപ്പോഴും സാധാരണക്കാർക്കോ ടീച്ചേഴ്സിനോ കിട്ടില്ല. അപ്പൊ തെറ്റിപ്പോകും. അതിന്റെ പേരിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വിട്ടതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഒരു സൈക്കോളജി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് വിട്ടതിന് ശേഷം മാത്രമേ, അവർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കുട്ടിയെ നമ്മൾ ADHD ഉണ്ട് എന്ന് പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ADHD ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അവർക്ക് നല്ല IQ ഉണ്ടാവും, നന്നായിട്ട് പഠിക്കാനും പറ്റും, പഠന വൈകല്യം ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർക്ക് ഇനറ്റൻഷൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പ്രത്യേകിച്ച് ചില അസറ്റൈൽ കോളൈൻ എന്നൊക്കെ പറയുന്ന ചില ന്യൂറോ ഹ്യൂമേഴ്സുകൾ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അവർക്ക് ഇനറ്റൻഷൻ ഉണ്ടാവും, ഇമ്പൾസിവിറ്റി ഉണ്ടാവും. അതായത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം കണ്ട് പെട്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് അടിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ തോക്കിൽ കയറി വെടിവെക്കുക എന്ന് പറയും. അങ്ങനത്തെ രൂപത്തിലേക്കുള്ള കുഞ്ഞുങ്ങളായിരിക്കും. എന്ന് പറയുമ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ട് കുറെ കണ്ടീഷൻസ്. ഓഫൻ ഡ്രിവൺ ബൈ എ മോട്ടോർ പോലെയാണ് അവർ ഓടിക്കൊണ്ട് നടക്കുക. അതന്നെ പല തരത്തിലുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വികൃതി കാണിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ ഒരു കുഞ്ഞ് ADHD ആണെന്ന് നമ്മൾ നിഗമനത്തിൽ എത്തരുത് എന്നുള്ളതാണ് അതിന്റെ ടേക്ക് ഹോം മെസ്സേജ്. ഈ ADHDക്കും ഒരു ടീം വർക്ക് ആവശ്യം. അതിൽ പലപ്പോഴും ഒരു ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി ആവശ്യമുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 7 സെൻസ് ഓർഗൻസുകൾ, 7 സെൻസ് ഓർഗൻസ് ഉണ്ട് മനുഷ്യന്, 5 എണ്ണമല്ല. കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും 6ാമത് ജോയിന്റുകളിലുള്ള പ്രൊപ്രിയോസെപ്ഷൻ, 7ാമത് ചെവിയുടെ ഉള്ളിൽ തന്നെ കേൾവി, അല്ലാതെ നമ്മുടെ ബാലൻസ്. ചില കുട്ടികൾ കണ്ടല്ലേ തലയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ആട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാലൻസിങ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ ഇങ്ങനെ ട്രംബോളിൽ ഇങ്ങനെ ചാടിപ്പിക്കണം, അല്ലെങ്കിൽ ഊഞ്ഞാലിൽ ഇങ്ങനെ കറക്കണം. അതുമല്ലാന്നുണ്ടെങ്കിൽ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിയിൽ ഒട്ടനവധി ടെക്നിക്കുകൾ. അങ്ങനെ ബാലൻസിങ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി. അങ്ങനെ 7 സെൻസ് ഓർഗനുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് നടത്തുന്ന സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിസ്റ്റ്, ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്, പിന്നെ എഡ്യൂക്കേഷണൽ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ. ഇങ്ങനെ ഒരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത് പലപ്പോഴും പല കുട്ടികൾക്കും നമ്മുടെ നാട്ടിൽ ലഭിക്കാറില്ല. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ വളരെ ചുരുക്കം സെന്ററുകളിൽ മാത്രമേ ഈ ടീം വർക്ക് ഉള്ളൂ. ചിലപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവും, ബിഹേവിയർ തെറാപ്പിസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്പീച്ച് ഇല്ലാത്തൊരു കുട്ടിയെ ബിഹേവിയർ തെറാപ്പിസ്റ്റ് ചെയ്യാതെ സ്പീച്ച് തെറാപ്പി മാത്രം ചെയ്തു, സ്പീച്ച് വന്നു, വായന വരെ മുഴുവൻ തെറിയാണെങ്കിൽ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ സ്പീച്ച് തെറാപ്പി എപ്പോഴും ബിഹേവിയർ തെറാപ്പിയുടെ കൂടെ വേണം ചെയ്യാൻ. സ്പീച്ച് തെറാപ്പിയും ചെയ്തു, ബിഹേവിയർ തെറാപ്പിയും ചെയ്തു, കുട്ടിയൊക്കെ ഓക്കെ ആയതുകൊണ്ട്, പക്ഷെ കുട്ടി ഏത് നേരം ചാടി തുള്ളിക്കൊണ്ടിരിക്കുകയാണ്, തലയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും കണ്ടീഷൻസുകൾ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. ഇനി അസാധാരണമായി ചിലപ്പോൾ ഒരു ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസുകൾ ഉണ്ടാകാം. അവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. ഓട്ടിസം മിക്കവാറും സാധാരണ ഇത്തരം സ്കൂളുകളിൽ ഓട്ടിസത്തിലെ ആസ്പെർജർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമാണ് സ്കൂളുകളിൽ എത്താറ്. ബാക്കിയുള്ളവരൊന്നും ഒരു അപ്പർ പ്രൈമറിയിലേക്ക് സാധാരണ കടന്നു വരുന്നത് പ്രത്യേകിച്ച് ഗവൺമെന്റ് നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള സ്കൂളുകളിൽ കാണുന്നില്ല അധികം. പക്ഷെ എന്നാലും ഉണ്ടാകാറുണ്ട്, പല സ്കൂളുകളിലും ഉണ്ടാകാറുണ്ട്. അമൃത വിദ്യാലയത്തിന്റെ സ്ഥിതി എനിക്ക്, അതിന്റെ ക്രോസ് സെക്ഷൻ എനിക്ക് അറിയില്ല. അപ്പൊ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് ഇന്ന് ഒരു 60-ൽ ഒരാൾക്ക്, 58-ൽ ഒരാൾക്കൊക്കെയാണ് US വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ചില ഓട്ടിസ്റ്റിക് സ്വഭാവങ്ങളുണ്ട്. പക്ഷെ അത്
ഒരു വലിയൊരു ടീം വർക്ക് വേണം. നേരത്തെ പറഞ്ഞ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒരു ടീം വർക്ക് ചെയ്താൽ മാത്രമാണ് അത് നന്നായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഇനി ഇതിലൊക്കെ ആയുർവേദത്തിന് എന്താണ് കാര്യം, അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിക്കും. ഈ പറയുന്ന തെറാപ്പികളെല്ലാം തന്നെ ഒരു പഠന പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെല്ലായിടത്തും ഉള്ളത്. ഏത് രാജ്യത്ത് ചെന്നാലും ഒരു ഒരു സൈക്കോളജിസ്റ്റ്, ഒരു എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ്, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിസ്റ്റ്, ഇതില്ലാതെ ഒരു പഠന പ്രയാസത്തെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്, അശാസ്ത്രീയമാണ്. ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിലും ഇതോടുകൂടിയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ ഒരു 3-4 രാജ്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഗവേഷണ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും അവിടെയൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഈ ടീം വർക്ക് മിക്കവാറും സ്കൂളുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. മിക്കവാറും സ്കൂളുകളിൽ ഇത്തരം ടീമുകൾ. പക്ഷേ ഇവരെല്ലാവരും അൺസാറ്റിസ്ഫൈഡ് ആണ്. പഠനങ്ങൾ പറയുന്നത് 80% വരുന്ന ഇത്തരം കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന എല്ലാ തെറപ്പികൾ കൊടുത്തിട്ടും മറ്റെന്തെങ്കിലും ഉണ്ടോ എൻ്റെ കുട്ടിക്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാണ് 80%-ലധികം വരുന്ന ആളുകൾ. എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണോ ഉള്ളത്? അപ്പൊ അവര് ചില ആളുകൾ പറയും ചില ഒമേഗ 3 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് നന്നാകും, അങ്ങനെ കുറെ ഒമേഗ 3 മേടിച്ചു കൊടുക്കുന്നു. വേറെ ചിലർ കാണുമ്പോൾ പറയും വൈറ്റമിൻ ഡിയുടെ കുറവാണ്, വൈറ്റമിൻ ഡി എടുത്ത് കൊടുക്കുന്നു. വേറെ ചില കുട്ടികൾ പറയും ഗൂഗിൾ തരും അല്ലെങ്കിൽ പഠനങ്ങൾ തെളിയിക്കുന്നത് പ്രോബയോട്ടിക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുമെന്ന് പറയും. അങ്ങനെ പ്രോബയോട്ടിക്സിന്റെ പിന്നാലെ പോകുന്നു. അക്യുപങ്ക്ചർ ചെയ്തിട്ട് ഇതിൽ കുറെ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉള്ള വിവിധ ഇതര സമ്പ്രദായങ്ങൾ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇന്ത്യയിൽ ആയുർവേദം കയറി വരുന്നത്. ഈ ആയുർവേദത്തിൽ ഇന്ന് നമുക്കുള്ളത്, ഇന്ത്യ ഗവൺമെന്റിന് ആയുഷ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ ആയുർവേദം, യുനാനി ഉണ്ട്, യോഗയുണ്ട്, സിദ്ധയുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, സോവാറിപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതര വൈദ്യ സമ്പ്രദായങ്ങളുടെ ഒരു കൂട്ടമാണ് ആയുഷ്. ആ ആയുഷിന്റെ കീഴിൽ ഇന്ന് ഒട്ടനവധി ഗവേഷണ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലിപ്പോ ഓട്ടിസത്തിലുള്ള ഒരു എക്സ്ട്രാ മ്യൂറൽ റിസർച്ച് വർക്ക്, ചില ജീനോമിക് സ്റ്റഡി ആയുർവേദ മെഡിസിനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അത് ചെയ്തിട്ടുള്ളത്. സെന്റർ ഫോർ ഡിസേബിലിറ്റി സ്റ്റഡീസ് കേരള ഗവൺമെന്റ് കീഴിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളിൽ നടത്തിയിട്ടുള്ള ചില ആയുർവേദ സ്റ്റഡീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് എൻ്റെ ഒരു ടീം തന്നെയാണ്. അങ്ങിങ്ങായി പല തരത്തിലുള്ള റിസർച്ചുകൾ, അതുമാതിരി തന്നെ വിവിധ ഒബ്സർവേഷണൽ സ്റ്റഡീസുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുകയാണ്. അല്ലാതെ പഠന പ്രശ്നമുണ്ടോ, സന്തോഷ് ബ്രഹ്മി കഴിക്കൂ എന്ന് പറഞ്ഞത് ആയുർവേദമല്ല. അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും കുറച്ച് വയമ്പും സ്വർണം അരച്ചു കൊടുക്കൂ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ആയുർവേദമാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ള ആയുർവേദം എന്ന് പറയുന്നത്. അതൊക്കെ ട്രഡീഷണൽ മെഡിസിനിൽപ്പെട്ട ചില സംഗതികളാണ്. അതായത് ബ്രഹ്മി കൊടുത്താൽ ബുദ്ധി കൂടും, A+ കിട്ടും എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെഡിസിൻ സമ്പ്രദായമാണ്. ആയുർവേദം ട്രഡീഷണൽ ചില വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ആയുർവേദം ഒരു ട്രഡീഷണൽ മെഡിസിൻ തന്നെയാണ്. എങ്കിൽ കൂടിയും ആയുർവേദത്തിൽ ഓരോ ഇൻഡിവിജ്വലിനും, ഓരോ വ്യക്തിക്കും എന്ത് വേണമെന്നുള്ളത് പ്രത്യേകം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള കുറെ ടൂൾസുകളുണ്ട്. ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചാടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, പഠന പ്രയാസമുണ്ട്, ആ കുട്ടി തലയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, 8ാം മാസത്തില് കൃത്യമായിട്ട് മുട്ടുകുത്തി എഴഞ്ഞിട്ടില്ല, മറ്റേ സംസാരം ഒരല്പം വൈകിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് ബ്രഹ്മിയല്ല. ഇതാണ് ട്രഡീഷണൽ മെഡിസിനും ആയുർവേദവും തമ്മിലുള്ള വ്യത്യാസം. ആയുർവേദത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചില സെൻസറി സ്റ്റിമുലേഷൻസ് കൊടുക്കുന്ന തരത്തിലേക്കുള്ള ചില മസാജ് ടെക്നിക്സുകൾ അടക്കമുള്ള ധാര പോലെയുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ട് മറ്റു ചില മരുന്നുകളാണ് കഴിപ്പിക്കേണ്ടത്. ഇതൊരു ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇങ്ങനെ ആയുർവേദത്തില് ഇന്ന് ഇന്ത്യയിൽ ഒട്ടനവധിയുള്ള ഗവേഷണ സ്ഥാപനങ്ങളിലും
ആയുർവേദ ഹോസ്പിറ്റൽസുകളിലും ഞങ്ങളെ പോലെയുള്ള മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനുള്ള ചില പരിഹാര പ്രക്രിയകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാനിപ്പോ അതിഥിയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള, ഞങ്ങൾ കോട്ടക്കൽ ആയുർവേദ കോളേജിന്റെ നേതൃത്വത്തിലൊക്കെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒട്ടനവധി ആയുർവേദത്തിലെ റിസർച്ച് കമ്പോണൻസുകളിലും അതിന്റെ പ്രാക്ടീസും ഈ അതിഥി ഗ്രൂപ്പ് വളരെ മനോഹരമായിട്ട് അവരുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് ഞങ്ങൾ അതിഥിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഹാജരാകുന്നത്. അത് അതിഥി മാത്രമൊന്നുമല്ല, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഞങ്ങളുടെ ഈ ഗവേഷണ ഫലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് കാഡർ എന്ന് പറയുന്ന ഒരു ഓട്ടിസം സ്കൂളിൽ ഇത് നടപ്പിലാക്കുന്നുണ്ട്. മോസ്കോയിൽ ഫസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 1-2 സെന്ററുകളിൽ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. യൂറോപ്യൻ അക്കാഡമി ഓഫ് ആയുർവേദയിൽ ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം, ഈ അതിഥി ഗ്രൂപ്പ് ഈ എല്ലാ ശാസ്ത്രീയ മര്യാദകളും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിലാണ് അതിഥി ഗ്രൂപ്പ് വിളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഞങ്ങളെ പോലുള്ള ഫാക്കൽറ്റീസുകൾ വരുന്നത്. ഇനി ഈ ഒരു പദ്ധതി നിങ്ങൾ ഇനി എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്നുള്ള ഒരു റോഡ് മാപ്പ് കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചില്ലെങ്കിൽ, ഇതൊരു ക്ലാസ് കഴിഞ്ഞ് അതൊരു കുറച്ച് ശാസ്ത്രീയമായ കുറച്ച് സാധനങ്ങൾ കേട്ടു, ദിനേശൻ ഡോക്ടർ വന്ന്, ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണ്, ഞാൻ പെരിഞ്ഞനത്തുകാരനാണ്, ഞാൻ ആഴ്ചയിൽ 1.5 ദിവസം പെരിഞ്ഞനത്തുണ്ട്, കൊറ്റംകുളം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പൊ അവിടെ ഉള്ള ഡോക്ടർ വന്ന് കുറച്ച് ക്ലാസ് എടുത്തു, നന്നായിരുന്നു അല്ലെങ്കിൽ മോശമായിരുന്നു അല്ലെങ്കിൽ തള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല അഭിപ്രായങ്ങൾ എടുത്തിട്ട് നിങ്ങൾ പോകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ റോഡ് മാപ്പ് ഓഫ് യുവർ എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഗൈഡ് ലൈൻസ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിങ്ങൾക്ക് ആവശ്യം. അതിലാദ്യം ഞങ്ങൾ സാധാരണ അഡ്വൈസ് ചെയ്യാറ്, നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് അതിഥി ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം നിങ്ങൾക്ക് സംശയമുള്ള പഠന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അറ്റൻഷൻ പ്രശ്നമുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടിസം ഉണ്ട്, അല്ലെങ്കിൽ ADHD ഉണ്ട്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ഗ്രൂപ്പ് കുട്ടികളെ, അവരുടെ രക്ഷിതാക്കളെ നിങ്ങൾ വിളിച്ച് ഒരു പ്രൈമറി സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ മേക്കിംഗ് നിങ്ങൾ നടത്തണം. അതിനുശേഷം ഒന്നുകിൽ നിങ്ങളുടെ അടുത്തുള്ള BRC സെന്ററുകളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏജൻസികളുമായി ബന്ധപ്പെട്ടോ, അതുമല്ലെങ്കിൽ അതിഥി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രക്ഷിതാക്കളെ ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്റെ ഒഴിവുകളനുസരിച്ച് നിർബന്ധമായിട്ടും നിങ്ങളോ അല്ലെങ്കിൽ അതിഥി ഗ്രൂപ്പോ ആര് വിളിച്ചാലും നമ്മൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് പ്രത്യേകിച്ച് കാശ് ചെലവൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതിന്റെ പേര് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ക്ലാസ്, ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് ഞങ്ങൾ ക്ലാസ് എടുക്കുക. ഈ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, രക്ഷിതാക്കളുടെ കയ്യിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അവന്റെ അച്ഛനും 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് സംസാരിച്ചത്, അതിന്റെ പേരിൽ അവന്റെ മോനും 3 വയസ്സ് സംസാരിക്കുകയുള്ളൂ. നോക്കുക, ഒരു 10 ചക്രമുള്ള ലോറി പോകുമ്പോ അതിൽ 2 ചക്രം ടയർ പഞ്ചറായാലും ലോറി മംഗലാപുരത്ത് എത്തും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആക്സിൽ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടി 3 വയസ്സ് കഴിഞ്ഞാൽ സംസാരിക്കും, പക്ഷെ അതിനുള്ളിൽ തന്നെ ബ്രെയിനിൽ നടക്കേണ്ട ചില ഡെവലപ്മെന്റുകൾ സ്പീച്ച് തെറാപ്പി കൊടുത്തില്ലെങ്കിൽ നടക്കില്ല. അത് പഠനത്തിനെ ബാധിക്കുകയും ചെയ്യും. ഇത് രക്ഷിതാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. തന്നെയുമല്ല, രക്ഷിതാക്കൾക്ക് അറിയില്ല ഇത് എവിടെയൊക്കെയുണ്ട് ഈ സംവിധാനങ്ങൾ. അപ്പൊ രക്ഷിതാക്കളുടെ ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കടമ്പ. രണ്ടാമത്തെ കടമ്പ, അവർക്ക് വീടിന് തൊട്ടടുത്ത്, സ്കൂളിന് തൊട്ടടുത്ത്, അല്ലെങ്കിൽ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഒരുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പൊ അതിഥി പോലെയുള്ള പ്രൈവറ്റ് മേഖലയിൽ പോകുമ്പോൾ അതിന് പൈസ ചെലവുണ്ട്. അപ്പോ ഗവൺമെന്റ് മേഖലയിലുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ ഇന്ന് അവിടെയുണ്ട്. അപ്പൊ അവിടെ കല്ലേറ്റുങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇരിഞ്ഞാലക്കുടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷെ അവിടെ ഒരുപാട് തീവ്രമായ അവസ്ഥയിലുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡർ വരുന്ന കാരണം ഇത്തരത്തിലുള്ള മൈനർ പ്രശ്നങ്ങൾക്ക് ചെവി കേൾക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്പേസോ അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അത്രയേറെ ഈ പ്രശ്നമുണ്ട് അവിടെ. അപ്പോ ഇതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സെന്റർ അവർക്ക് വീടിനടുത്തുള്ള അല്ലെങ്കിൽ സ്കൂളിനടുത്തുള്ള ഒരു സെന്റർ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത്, ഈ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര കാലം ഈ കുഞ്ഞിനെ
ഇത്തരത്തിലുള്ള പരിചരണങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ മൈൽ സ്റ്റോൺസുകൾ രക്ഷിതാക്കൾ മനസ്സിൽ വെക്കണം. ഓരോ 3 മാസം കൂടുമ്പോഴും എൻ്റെ കുഞ്ഞിൽ ശ്രദ്ധിക്കേണ്ടുന്ന പോസിറ്റീവ് ഔട്ട്പുട്ടുകൾ എന്തൊക്കെ, നെഗറ്റീവ് ഔട്ട്പുട്ടുകൾ എന്തൊക്കെ, എൻ്റെ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന തെറാപ്പികളും ഈ ചികിത്സകളും ഒക്കെ കൃത്യം തന്നെയാണോ, അതല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എനിക്കൊരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള രക്ഷിതാക്കളുടെ ബോധവൽക്കരണം കഴിഞ്ഞതിന് ശേഷം ടീച്ചേഴ്സ് വീണ്ടും ഈ കാര്യങ്ങൾ രക്ഷിതാക്കൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഞങ്ങൾക്ക് പാരന്റൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. അതായത് ഇങ്ങനെയുള്ള രക്ഷിതാക്കളെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 ഡേ വർക്ക്ഷോപ്പ് വയ്ക്കുക, പൈസ ഒന്നും വേണ്ട. ഞങ്ങള് ഞങ്ങളുടെ പ്രിൻസിപ്പളിന് ഒരു ഫോർമൽ റിക്വസ്റ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിഥി ഗ്രൂപ്പ് വഴി ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി. ഞങ്ങള് രക്ഷിതാക്കളെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വർക്ക്ഷോപ്പ് കൊടുക്കുന്നു. എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യണം, എങ്ങനെയാണ് ഇപ്പൊ ആയുർവേദത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ സ്വർണവും വയമ്പും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ട ന്യൂറോ ഡെവലപ്മെന്റൽ എക്സസൈസുകൾ എന്തൊക്കെ, അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഞങ്ങളൊരു ടീം വന്ന് നിങ്ങൾക്ക് രക്ഷിതാക്കളെ ട്രെയിൻ ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെ വർക്ക്ഷോപ്പ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരു 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 ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കുഞ്ഞുങ്ങളെ റീ ഇവാലുവേറ്റ് ചെയ്യണം. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയതിനു ശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ. ഉണ്ടാകുന്നില്ല എങ്കിൽ വീണ്ടും പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ വേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെ ആദ്യം നമ്മൾ എംപവർ ചെയ്യുന്നു, നമ്മൾ നോളജ് കൊണ്ട് എംപവർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുന്നു, അവരുടെ രക്ഷിതാക്കളെ നമ്മൾ ബോധവൽക്കരണം നടത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സർവൈലൻസ് നടത്തുന്നു, ഫീഡ്ബാക്ക് എടുക്കുന്നു, വീണ്ടും റീ അസസ്മെന്റ് നടത്തുന്നു. എന്നിട്ടൊരു ഫീഡ്ബാക്കിലൂടെ നമ്മൾ ഈ പദ്ധതി എത്ര കണ്ട് ഫലവത്താകുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഓരോ സ്കൂളിലും 20% വരുന്ന കുഞ്ഞുങ്ങളുടെ പഠന പ്രയാസങ്ങളെ നമുക്ക് മാനേജ് ചെയ്യും. എനിക്കറിയാം, ഇപ്പോൾ അമൃത വിദ്യാലയം നല്ലൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, 100% റിസൾട്ട് ഉള്ളവരാണ്. പക്ഷെ ഇതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുട്ടികൾ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇവാലുവേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഒരു യഥാർത്ഥ ആവശ്യകത നമ്മൾ മനസ്സിലാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് ചുരുക്കുകയാണ്. പഠന പ്രയാസം എന്ന് പറയുന്നത് പഠന വൈകല്യം മാത്രമല്ല, ഒട്ടനവധി കണ്ടീഷൻസുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് മാനേജ് ചെയ്യേണ്ടത് ഒറ്റൊരു ടീച്ചറോ ഒറ്റൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറോ അല്ല, ഇതിനൊരു ടീം വർക്ക് ആവശ്യമാണ്. അതിനെ പറയുക ഇന്റഗ്രേറ്റഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്നാണ്. ഡിഫറെന്റ് ഡിസിപ്ലിൻസുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ പണിയെടുക്കാനായിട്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ എന്ന് പറയുന്ന ടീച്ചർ ഇതിൽ അത്യാവശ്യമാണ്. 2 ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സഹായം ആവശ്യം വരും. 3 ഒരു എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റ്, അതായത് സൈക്കോളജി സ്പെഷ്യലിസ്റ്റ് ആവശ്യമാണ്. ഒരു ബിഹേവിയർ തെറാപ്പി പലപ്പോഴും ആവശ്യം വരാറുണ്ട്. നിർബന്ധമായും സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി ഇതിൽ അത്യാവശ്യമാണ്. ഇതിൻ്റെ ഒപ്പം താല്പര്യമുള്ളവർക്ക് ആയുർവേദത്തിൻ്റെതായിട്ടുള്ള ഇതിന്റെ പുതിയ സങ്കേതങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് സമഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിവിധ സംഘടനകളും വിവിധ സ്ഥാപനങ്ങളും വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലെ ഒരു സ്ഥാപനമാണ് മറ്റേ ഈ പറയുന്ന അതിഥി എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇവരെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അമൃത വിദ്യാലയത്തിന് അവരുടെ കുഞ്ഞുങ്ങളുടെ അക്കാഡമിക് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്ര നേരം കേട്ടിരുന്ന എല്ലാ ടീച്ചർമാർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ എനിക്ക് അവിടെ നിന്ന് ഓഡിബിൾ ആവുമോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പാർട്ടുകളിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഡിസ്കഷൻ ഒരു 10 മിനിറ്റ് കൂടി എൻ്റെ കയ്യിൽ സമയമുണ്ട്, ഞാൻ തയ്യാറാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
മാഡം. ആ ആ യെസ് യെസ് ഐ നോ ഇറ്റ്. ട്രൂ. ഓക്കെ ഓക്കെ. നോക്കൂ, പാരൻസിന് എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് അത് ആ ഒരു സെൻസിൽ എടുക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ടീച്ചേഴ്സിന് അത് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ പറയുന്ന എക്സ്ക്യൂസുകളായിട്ടാണ് പാരൻസ് പെർസീവ് ചെയ്യുള്ളൂ സാധാരണഗതിയിൽ. അപ്പൊ അങ്ങനെ അത്തരം കേസുകൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആ സ്പെഷ്യൽ ഗ്രൂപ്പിന്റെ പാരൻസിനെ ഗ്യാദർ ചെയ്തിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെ, ഔട്ട്സൈഡ് ഏജൻസിയെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഗവൺമെന്റിലെ BRCകളിലോ അല്ലെങ്കിൽ റിസോഴ്സ് ടീച്ചർമാരെയോ അല്ലെങ്കിൽ അതിഥി പോലെയുള്ള ഗ്രൂപ്പിലോ, ഈവൻ ഞാൻ റെഡിയാണ്, എൻ്റെ ടൈം അതിന് പെർമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. അങ്ങനെ ഒരു ടീം വന്നിട്ട് അവരെ ബോധവൽക്കരിച്ചാൽ മാത്രമേ അത് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. അതല്ലാത്തടത്തോളം കാലം ടീച്ചേഴ്സ് എന്ത് പറഞ്ഞാലും ടീച്ചേഴ്സിന് അത് പഠിപ്പിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ മനസ്സിൽ കയറ്റിയിട്ടേ പോവുകയുള്ളൂ. കാരണം അതങ്ങനെയാണ്. അതൊരു നമ്മളൊരു പേരന്റ് ആണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന സ്ഥലത്തും കുട്ടികളെ കൊണ്ട് ചെന്നാക്കുമ്പോൾ രക്ഷിതാക്കൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടീച്ചർമാര് ചെയ്തു തരണം എന്നുള്ളതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അതൊരു പാരന്റൽ സൈക്കോളജി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിങ്ങൾ അവരെ ഗ്യാദർ ചെയ്യുക, ഇങ്ങനെ ഇതൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഗ്യാതറിംഗ് ഉണ്ടാക്കുക, അതിലേക്കൊരു ഔട്ട്സൈഡ് ആളുകളെ കൊണ്ടുവന്ന് ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഒരു പോംവഴി. ആ ബോധവൽക്കരണം പരമാവധി വെർച്വൽ ആയിട്ടുള്ളത് ആവാതെ ഡെമോ സ്റ്റൈലിലേക്കുള്ള ചില വീഡിയോസുകളും ഒക്കെ വെച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് അതൊരു ബോധവൽക്കരണം നടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. നോക്കൂ, ഈ എഴുതാനുള്ള പ്രയാസം പല തരത്തിലുണ്ട്. യഥാർത്ഥത്തിൽ എഴുതാനുള്ള പ്രയാസത്തിന് മുമ്പ് ലെറ്ററുകൾ ശരിയായ രീതിയിൽ എഴുതുന്നില്ല എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ഈ ഹാൻഡ് കോർഡിനേഷൻ കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹാൻഡ് കോർഡിനേഷൻ കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ചില എക്സസൈസുകൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കോയിൻ ഇതിങ്ങനെ എടുത്ത് ഈ സാധനം, ഈ കോയിൻ കയ്യിൽ വെക്കുന്നു, ബാക്കിയുള്ള വിരലുകൊണ്ട് പിടിക്കുന്നു, അടുത്ത ഒരു കോയിൻ എടുക്കുന്നു, അതിന്റെ മുകളിൽ വെക്കുന്നു, ബാക്കി വിരലുകൊണ്ട് പിടിക്കുന്നു. ഇതൊരു സിമ്പിൾ എക്സസൈസ് ആണ്. ചിലപ്പോൾ പെൻ ഗ്രിപ്പ് നടത്താൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പറിൽ നമുക്ക് എഴുതിപ്പിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ സിമ്പിൾ മസാജ് കൊടുത്താൽ ശരിയാകാറുണ്ട്. ഇത് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു എഡ്യൂക്കേഷണൽ
തെറാപ്പിസ്റ്റ് മാത്രമേ പറയാൻ കഴിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഹാൻഡ് ഗ്രിപ്പ് കൃത്യമാണോ എന്നുള്ളത് നോക്കാം. ആ ഹാൻഡ് ഗ്രിപ്പ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ മൈനർ ഹാൻഡ് ഗ്രിപ്പ് എക്സസൈസുകൾ കൊടുക്കണം. നമ്പർ 1. നമ്പർ 2, പലപ്പോഴും ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റാത്തതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അവർക്ക് കളർ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കളർ സെൻസ് ഇല്ലാത്ത ഒരൊറ്റ കുട്ടിക്കും എഴുതാൻ പലപ്പോഴും പ്രയാസം ഉണ്ടാകാം. പ്രൈമറി കളേഴ്സ് കൃത്യമായിട്ട് അവർക്ക് കിട്ടും. അത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഓർഗനൈസേഷന്റെ പ്രത്യേകതയാണ്. ആ പ്രൈമറി കളേഴ്സ് കൃത്യമായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? നമ്പർ 1. സൈസ് ബിഗ് ആൻഡ് ലാർജ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? നമ്പർ 2. നമ്പർ 3, അവരുടെ ഷേപ്പ് സെൻസ് കൃത്യമാണോ? നമ്പർ 4, അവരുടെ സ്പേഷ്യൽ ഓറിയന്റേഷൻ, അപ്പർ, ലോവർ, റൈറ്റ് ഓർ ലെഫ്റ്റ്. ഇപ്പൊ നിങ്ങളോട് തന്നെ പെട്ടെന്ന് ഇടത് കൈ പൊക്കൂ എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും ഒന്ന് ആലോചിച്ചിട്ട് ചോറുന്ന കൈ, ഓക്കെ, ഇടത് കൈ എന്ന് പറഞ്ഞിട്ട് പൊക്കുള്ളൂ. അത് നമ്മുടെ ബ്രെയിനിലെ ഇൻസുലാർ കോർട്ടക്സ് എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലെ ഒരു ഭാഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിലൂടെയാണ് ആ ഓർഗനൈസേഷൻ നടക്കുന്നത്. അതിന്റെ പേരിൽ കളർ സെൻസ്, സൈസ്, ഷേപ്പ്, അതുമാതിരി തന്നെ സ്പേഷ്യൽ ഓറിയന്റേഷൻ, ഇത് കൃത്യമായാൽ മാത്രമേ ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒപ്പമാണ് ഹാൻഡ് ഗ്രിപ്പും അതുമാതിരി തന്നെ കോർഡിനേഷനും നമ്മൾ നോക്കണം. ഇപ്പൊ പലപ്പോഴും കോർഡിനേഷൻ കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 1.5 മില്ലിമീറ്റർ വീതിയുള്ള ഒരു 2 വര കോപ്പിയിൽ ആ എന്ന് പറയുന്ന അക്ഷരം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിനെ എത്രമേൽ പീഡിപ്പിക്കുന്ന ഒരു സാധനം വേറെ ഇല്ല. ആ കുട്ടിക്ക് അത്രയും ഹാൻഡ് കോഡ്. ഇപ്പൊ ആ കുട്ടിക്ക് തന്നെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുട്ടികൾ ചിലരിങ്ങനെ മൂത്രം ഒഴിച്ചിട്ട് ആ കുട്ടികൾ മൂത്രം ഒഴിച്ച് ആന്ന് എഴുതും. അതേസമയം ഇതിലെഴുതാൻ പറ്റില്ല. വലിയ ലെറ്ററിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഫണ്ണി സ്റ്റൈലിൽ എഴുതാൻ പറ്റും. ചില കുട്ടികളുണ്ട്, ഈ രണ്ട് മലയാള ലെറ്റേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്ര വീതിയിലേക്ക് 2 വരെ കോപ്പി എഴുതിയിട്ട് വലിയൊരു പെണ്ണ് കൊണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അപ്പൊ ആ കുട്ടിക്ക് ഈ സ്പേഷ്യൽ ഓറിയന്റേഷനാണ് പ്രശ്നം. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മെയ്സസ് വഴി കണ്ടുപിടിക്കാമോ, അവിടെ ഇവിടെയും തൊടാണ്ട് മെയ്സസുകൾ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഹാൻഡ് കോർഡിനേഷൻ എക്സസൈസുകൾ കൊടുക്കും. അതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷണൽ തെറാപ്പിയിൽ വരുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ആ സാധനങ്ങൾ, ഇത്തരം എക്സസൈസുകൾ നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ആ, ഓക്കെ. റെസ്റ്റ്ലെസ് ആവും. യെസ്, യെസ്, മനസ്സിലായി, 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 മനസ്സിലായി. ആ, 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 യെസ്, 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 യെസ്. മനസ്സിലായി, മനസ്സിലായി. യെസ്, യെസ്. നോക്കൂ, ടീച്ചർ പറഞ്ഞ ഈ ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം. നോക്കൂ, ഇവിടെ സാധാരണ ഡോക്ടേഴ്സിന് ഒരു പ്രശ്നവും ഇതിൽ കാണാൻ കഴിയില്ല. കാരണം സാധാരണ ഡോക്ടേഴ്സിന് അറിയാൻ കഴിയുന്നത് ഒരു എക്സാമിനേഷൻ പാറ്റേൺ ഉണ്ട്, പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റുകൾ തുടങ്ങിയുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അതിലൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല ആ കുട്ടിക്ക്. പക്ഷേ ഈ കുട്ടി ന്യൂറോ ഡൈവേഴ്സ് ആണ്. ന്യൂറോ ഡൈവേഴ്സിറ്റി എപ്പോഴും ഒരു രോഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതിനെ ന്യൂറോ ബിഹേവിയറൽ കണ്ടീഷൻ എന്നാണ് അതിനെ വിളിക്കുക. ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 3-4 കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ടീച്ചറെ. ഇപ്പൊ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിക്ക് കൃമിയുടെ പ്രശ്നം, അതായത് പാരസൈറ്റ്സുകൾ ഇല്ല, ഹീമോഗ്ലോബിൻ നോർമൽ ആണ്,
എന്ന് നമുക്ക് അനുമാനിക്കാം. ആദ്യത്തെ 2 കാരണങ്ങൾ അതാണ്. ഹീമോഗ്ലോബിന്റെ കുറവ്, 2 വേംസുകളുടെ പ്രശ്നങ്ങളാണ്. അത് രണ്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അത് ഡോക്ടർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ്ലെസ് ആണ്, അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ കഴിയുന്നില്ല. 3ാമത്തെ കാരണം, ആ കുട്ടിക്ക് മാസത്തിൽ 1 തവണ കഫക്കെട്ടും പനിയും വരികയും ആ കഫക്കെട്ടും പനിയും വരുന്നതിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായി കുട്ടി റെസ്റ്റ്ലെസ് ആകാറുണ്ട്. അത് പെർമനന്റ് ആയിരിക്കില്ല, താൽക്കാലികമായി ആ കുട്ടി റെസ്റ്റ്ലെസ് ആവാറുണ്ട്. അതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പോംവഴി. ഇനി സ്ഥിരമായി ആ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നിർബന്ധമായും ആ കുഞ്ഞിന് സെൻസർ ഇന്റഗ്രേഷൻ തെറാപ്പി ആവശ്യമുണ്ട്. അതിൽ ചില ഉപകാരപ്രദമായ ചില ടെക്നിക്കുകൾ ഞാൻ ടീച്ചേഴ്സിന് പറഞ്ഞു തരാം. നമ്പർ 1, ഇപ്പൊ UKG ആണ് ആ കുട്ടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ഉച്ചയ്ക്ക് ഒരു സ്ലീപ്പിംഗ് ടൈം ഒക്കെ ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളോട് പറഞ്ഞിട്ട് ആ കുട്ടിയെ ബ്ലാങ്കറ്റ് ട്രാപ്പിങ്ങിന് വിധേയമാക്കണം. ബ്ലാങ്കറ്റ് ട്രാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സുകൾ കംപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ്. ആ ബ്ലാങ്കറ്റ് ട്രാപ്പിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ നേരെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ബ്ലാങ്കറ്റിൽ ഒരു പുതപ്പില് കുട്ടിയെ നന്നായിട്ട് ടൈറ്റായിട്ട് തല മാത്രം പുറത്തിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്യണം. നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് കുട്ടിയുടെ രക്ഷിതാവിനോട് ആ കുട്ടിയെ അമർത്തി ഹഗ് ചെയ്ത് അവിടെ കിടക്കാൻ പറയണം. ഇതൊരു അരമണിക്കൂറെങ്കിലും മിനിമം ചെയ്യണം. ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് കുട്ടിക്ക് തോന്നരുത് ഒരു കാരണവശാലും. നമ്പർ 2, ഇതൊരു ജോയിന്റ് മാനിപ്പുലേഷൻ ആണ്. ഇതിന് പ്രൊപ്രിയോസെപ്റ്റീവ് സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്പർ 2, ആ കുട്ടിക്ക് നിർബന്ധമായിട്ടും സ്വിങ്ങിൽ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റൊട്ടേഷൻ കൊടുക്കണം. നമ്പർ 3, ആ കുട്ടിക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിർബന്ധമായിട്ട് എല്ലാ ജോയിന്റ്സുകളിലും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അടുത്തത് നിങ്ങൾ പൂരപ്പറമ്പിലൊക്കെ കണ്ടിട്ടും തലയിൽ ഇങ്ങനെ ഇക്കിളിയാക്കുന്ന ഒരു ചൂല് പോലത്തെ ഒരു സാധനം കണ്ടു. ഈ സാധനം മേടിച്ചിട്ട് പരമാവധി സമയം വീട്ടുകാരോട് പറയുക ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇക്കിളിയാക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ പറയുക. അടുത്തൊരു സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, ഡോൾഫിൻ മസാജർ എന്ന് പറഞ്ഞിട്ട് ഡോൾഫിൻ ഷേപ്പിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സാധനം. ഇതെല്ലാ ജോയിന്റുകളിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒരു 10 മിനിറ്റ്സ്. ഇത്രയും ടെക്നിക്സുകളൊക്കെ കോമൺ മാനേജ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇനറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രൊപ്രിയോസെപ്റ്റീവ് സ്റ്റിമുലസിന് വേണ്ടി ആയുർവേദത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള മെഡിസിൻസുകൾ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഡോക്ടർ കൃഷ്ണജയൊക്കെ അതിൽ നല്ല എക്സ്പേർട്ടാണ്. ആയുർവേദത്തിലുള്ള ചില മെഡിസിൻസുകൾ, ചെറിയ ചില ടാബ്ലറ്റ്സുകൾ, സിറപ്പുകൾ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ചില ധാരകൾ പോലെയുള്ള ചില ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിക്കാനുള്ള, എഴുതാനുള്ള കപ്പാസിറ്റി നിർബന്ധമായും ലഭിച്ചിരിക്കും. ഇടപെടേണ്ട സമയം ഇത് തന്നെയാണ്.